പാഠം 360 അടി തെറ്റിയാൽ. സാറേ ചായ. ഇത് കണ്ടോ ഭമേ, നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ തരം തട്ടിപ്പാ. വൻ ലാഭം വാഗ്ദാനം ചെയ്ത് മണി ചെയിൻ പോലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിയെന്ന്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അടിയുടെ കുറവാ. ഇത്തരത്തിലുള്ള എത്രയോ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. എന്നിട്ടും ആളുകൾ പഠിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇത്തരക്കാരെ വിശ്വസിച്ച് പണം മുടക്കുന്നു. ഒടുവിൽ എന്തുണ്ടാവും? നടത്തിപ്പുകാർ മുങ്ങുമ്പോ കൂട്ടക്കരച്ചിലുമായി പോലീസ് സ്റ്റേഷനിലും വക്കീൽ ഓഫീസിലുമായി കയറി ഇറങ്ങും. കഷ്ടം. മോഹനേട്ടാ, മനുഷ്യനുണ്ടായ കാലം മുതലേ തുടങ്ങിയതാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇനി എത്ര കാലം മനുഷ്യനുണ്ടാകുവോ അതുവരെ ഇത് തുടരുകയും ചെയ്യും. ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കുവന്നതേ പ്രകൃതി നിയമമാണ്. പക്ഷേ ഈ തട്ടിപ്പുകാർ രക്ഷപ്പെടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അവർക്ക് പ്രേരണ ഉണ്ടാകുന്നത്. എത്ര വലിയ തട്ടിപ്പുകാരെയും നിങ്ങളെപ്പോലുള്ള വക്കീലന്മാർ നിയമത്തിന്റെ പഴുതുകൾ പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തും. രക്ഷപ്പെടാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും തട്ടിപ്പിനിറങ്ങുന്നു. കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ നോക്കുന്നത് സ്വാഭാവികമാണ്. പോലീസുകാർ അന്വേഷിച്ച് ചാർജ് ചെയ്ത ഒരു കേസിൽ നിന്ന് അതിലെ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതിയുടെ വക്കീലിനെ അല്ല കുറ്റം പറയേണ്ടത്, കേസ് അന്വേഷിച്ച പോലീസുകാരെയാണ്. പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വളരെ ഭംഗിയായി അന്വേഷിച്ചു കൊണ്ടുവന്ന ഒരു കേസിൽ നിന്ന് പ്രതിഭാഗം വക്കീല് പ്രതിയെ എന്തോ കള്ളത്തരം കാണിച്ച് രക്ഷിച്ചു കൊണ്ടുപോയി തോന്നും. വക്കീലന്മാരെ മന്ത്രവാദികളും കൂടത്രക്കാരൊന്നും അല്ല. ഞങ്ങൾ കോടതിയിൽ വാദിക്കുന്നത് നാട്ടിലെ നിയമം വച്ചാണ്. ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഒരു ജഡ്ജിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളാണോ കാരണക്കാരൻ? ഈ കാര്യത്തിൽ നീ എന്തു പറഞ്ഞാലും നിന്റെ ഭാഗത്ത് ന്യായമില്ല ഭാമേ. കാശ് കിട്ടുമെന്ന് കണ്ടാൽ എത്ര പെരുങ്കളനാണെങ്കിലും നിങ്ങൾ രക്ഷിക്കും. കാരണം നിങ്ങൾക്ക് സത്യത്തിനോടല്ല കൂറ്, കാശിനോടാണ്. എന്താണ് സത്യം എന്നുള്ളതാണ് പ്രശ്നം. മോഹനേട്ടന്റെ സത്യം, എനിക്ക് എന്റെ സത്യം. കോടതിയിൽ ജയിക്കുന്നത് നമ്മുടെ സത്യമല്ല, നിയമത്തിന്റെ മുന്നിലെ സത്യമാണ്. സത്യം അങ്ങനെ പലതില്ല, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തെ നിങ്ങൾക്ക് തരുമ്പ് ബഹുമാനവുമില്ല. കഷ്ടം. ഈശ്വരാ, ഇതെങ്ങനെ സംഭവിച്ചു? ഫോൺ എടുക്കുന്നില്ലല്ലോ. ഒന്നുമില്ല. നിന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ഭാവം. ഏതെങ്കിലും കക്ഷി വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ? അതായിരിക്കില്ല കാര്യം, എനിക്ക് മനസ്സിലായി. കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും കക്ഷി കാശ് തരാതെ മുങ്ങിക്കാണും. ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടാവില്ല. അതിന് നീ ഇങ്ങനെ വിഷമിക്കാനൊന്നുണ്ടാവില്ല. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിനക്കിത് പറ്റുന്നത്. കഷ്ടം, കഷ്ടമേ കഷ്ടം. ആരെ വിളിച്ചൊന്ന് ചോദിക്കും? ഉത്തമനെ വിളിക്കാം.
ഹലോ ഉത്തമ ഞാനാ. എന്താ നോക്കിയില്ലേ? ഉത്തമൻ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. പെട്ടെന്ന് വാ. എന്താ കാര്യം പറ. ഉത്തമൻ ഒന്നിങ്ങ് വാ, വന്നാലേ പറയാൻ പറ്റൂ. ശരി, ഞാൻ വരാൻ വയ്ക്കില്ലേ. ഒന്നുമില്ല. എന്തോ ഉണ്ടെന്നുള്ള സത്യമാണ്. നീ ഇപ്പൊ ആരെ വിളിച്ചത്? ഞാൻ അല്ല, വിദ്യാലക്ഷ്മിയെ. ഇന്നലത്തെ ഒരു കേസിന്റെ കാര്യം പറയുമായിരുന്നു. നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കണമെങ്കിൽ അതൊരു ഭയങ്കര കേസായിരിക്കുമല്ലോ. അതൊരു ഭയങ്കര കേസാ. ഭയങ്കര കേസ് എന്ന് പറഞ്ഞാ കൊലക്കേസാ? കൊലക്കേസായിട്ടില്ല, പക്ഷെ മിക്കവാറും ഇത് കൊലക്കേസാവും. അത് മനസ്സിലായില്ല. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മോഹനേട്ടൻ ഒരു കാര്യമില്ലാതെ എന്റെ പിന്നാലെങ്കിൽ നടക്കണേ. എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ കാണും. ശരി, നടക്കട്ടെ. മോഹനേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെ, ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് അതിൽ ന്യായമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രമേ തിരിച്ചു മറുപടി പറയാവൂ. അത്രയും കേട്ടപ്പോഴേ മനസ്സിലായി എന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യമാണ്. അത് പറയാതിരിക്കുന്നതല്ലേ ഭാമേ ബുദ്ധി. എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയാം മോഹനേട്ടാ? എങ്കിൽ പറയേ, കേക്കട്ടെ. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 2 മാസമായി ഞാൻ സദാനന്ദ സാറിന്റെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ബാധിച്ച കേസിന്റെ അടക്കം മുഴുവൻ പൈസയും സദാനന്ദ സാറിന്റെ കയ്യിലുണ്ട്. എന്തേ, പൈസ തരാൻ പറ്റില്ലെന്ന് ഇപ്പൊ സദാനന്ദ സാർ പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. തരാനുള്ളതെല്ലാം കൂടെ കൂട്ടി ഒരു 10-40,000 രൂപയുണ്ട്. അതും അടുത്ത മാസത്തെ അഡ്വാൻസും കൂടി അടുത്ത തിങ്കളാഴ്ച 50,000 രൂപ തികച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ അഡ്വാൻസ് വാങ്ങേണ്ട കാര്യം എന്താ ഭാമേ? പറയാം. ടൗണിലെ ഗാലക്സി ജ്വല്ലറി മോഹനേട്ടൻ അറിഞ്ഞൂടെ? ഓ, കിട്ടുന്ന 50,000 രൂപയ്ക്ക് അവിടെ പോയി സ്വർണം വാങ്ങാനാണോ പരിപാടി? ഞാൻ മുഴുവൻ പറയട്ടെ. ഗാലക്സി ജ്വല്ലറിക്കാരുടെ ഒരു സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുണ്ട്. നമ്മൾ ഇപ്പോൾ 50,000 രൂപ കൊടുത്താൽ 10 പവന്റെ സ്വർണം അവർ നമുക്ക് തരും. 50,000 രൂപയ്ക്ക് 10 പവനോ? അത് സ്വർണം ആയിരിക്കില്ല മോഹനേട്ടൻ, ഞാനൊന്ന് പറയട്ടെന്ന്. 50,000 രൂപ കൊടുക്കുമ്പോൾ 10 പവൻ സ്വർണം അവർ നമുക്ക് തരും. സ്വർണത്തിന് 2.5 ലക്ഷം രൂപ വില വരും. ബാക്കി 2 ലക്ഷം രൂപ 2 വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി. നമ്മൾ വാങ്ങുന്ന 10 പവൻ അവർ അവിടെ തന്നെ ഒരു ലോക്കറിൽ വെച്ച് പൂട്ടും. നമ്മൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് പോയി തുറന്നു നോക്കാം. പക്ഷെ സ്വർണം എടുത്തോണ്ട് പോരണമെങ്കിൽ വായ്പയായി അവർ തന്ന 2 ലക്ഷം രൂപ നമ്മൾ അടച്ചടച്ച് തീർക്കണം. നമ്മൾ ലോൺ അടച്ചോണ്ടിരിക്കുന്ന കാലത്ത് പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സ്വർണം അന്നത്തെ വിലയ്ക്ക് അവർ തിരിച്ചെടുത്ത് നമ്മുടെ പൈസ തരികയും ചെയ്യും. വിദ്യാലക്ഷ്മി 1 ലക്ഷം രൂപ മുടക്കി 20 പവൻ സ്വർണമാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ല, അടുത്ത ആഴ്ച കിട്ടുന്ന 50,000 രൂപ കൊണ്ട് 10 പവൻ സ്വർണം വാങ്ങാനായി ഞാൻ കണക്കൂട്ടിയിരുന്നതാണ്. പക്ഷേ ഇന്ന് വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞു, ഇന്നൊരു ദിവസം കൂടിയേ ആ പദ്ധതി ഉള്ളെന്ന്. മോഹനേട്ടൻ എനിക്കൊരു 50,000 രൂപ തന്നാൽ സദാനന്ദ സാർ തരുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം. ഇത്തരം ഏർപ്പാടുകൾക്ക് 50,000 രൂപ എന്നല്ല 5 രൂപ പോലും ഞാൻ തരില്ല. അത് മാത്രമല്ല, നിനക്ക് കിട്ടുന്ന 50,000 രൂപ ഇത്തരം തട്ടിപ്പുകൾക്ക് മുടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. മോഹനേട്ടാ, എന്തൊരു നല്ല കാര്യം പറയുമ്പോഴും കേട്ടപാടെ അത് പറ്റില്ല എന്ന് പറയുന്ന ഈ സ്വഭാവം ഒന്ന് മാറ്റണം കേട്ടോ. ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഇത്ര സമ്പാദ്യ പദ്ധതിയിലൊക്കെ ചേരുന്നുണ്ട്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാലോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. ഇത്തരം തട്ടിപ്പുകാർക്കൊക്കെ എന്റെയോ നിന്റെയോ കാശ് പറ്റിക്കാൻ പറ്റില്ല. കാശ് കൊടുത്ത് സ്വർണം വാങ്ങുന്നത് എങ്ങനെയാണ് തട്ടിപ്പാവുന്നത്? കാശ് കൊടുത്ത് സ്വർണം വാങ്ങുകയല്ലോ, കാശ് കൊടുത്ത് വാങ്ങുന്ന സ്വർണം അവിടെ തന്നെ പണയം വെക്കുകയാണ്. അത് മാത്രമല്ല, ബാക്കി കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ ശരിക്കും വായ്പയായി വാങ്ങുകയാണ് നമ്മൾ.
മോഹനേട്ടാ, ഇത്തരം മുടന്ത ന്യായങ്ങൾ പറയാൻ നിൽക്കരുതേ. സ്വർണത്തിന് തീ പിടിച്ച വിലയുള്ള ഈ കാലത്ത് നമ്മളെ പോലുള്ളവർക്ക് മുഴുവൻ പൈസ രൊക്കം കൊടുത്ത് സ്വർണം വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി ഇത്തരം നിക്ഷേപ പദ്ധതികൾ കൊണ്ടുവരുന്നത്. നിനക്ക് ഇപ്പൊ സ്വർണം വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാരണം. അഥവാ സ്വർണം വാങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നീ ഈ പറഞ്ഞ 50,000 രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുക. സ്വർണത്തിന് തവണ സംഖ്യയായി അടുത്ത മാസം മുതൽ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ അന്നന്ന് ബാങ്കിലിടുക. 1-2 കൊല്ലം കഴിയുമ്പോ രൊക്കം പണം കൊടുത്ത് സ്വർണം വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോ വാങ്ങുന്ന സ്വർണം വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യാം. വായ്പ വാങ്ങി എന്ന സമാധാനക്കേടും വേണ്ട. പറയുമ്പോ വലിയ ബുദ്ധിരാക്ഷസനാണ്. കണക്കെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം പോലെയാണ്. പക്ഷേ പ്രായോഗികമായി കണക്ക് കൂട്ടാൻ അറിയില്ല. മോഹനേട്ടൻ പറഞ്ഞതുപോലെ മാസാമാസം സമ്പാദിച്ച് പണം മുഴുവൻ ഒരുമിച്ചുണ്ടാക്കിയിട്ട് സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ സ്വർണത്തിന് ഇന്നത്തെ വിലയായിരിക്കോ? ഇല്ല, വില കൂടുതൽ എങ്ങനെ വകയിരുത്തും? നീ ആ പറഞ്ഞത് തെറ്റ്. ഒന്നാമതായി, നീ ഇപ്പോ സ്വർണം വാങ്ങുമ്പോ കടമായി അവർ തരുന്ന 2 ലക്ഷം രൂപയ്ക്ക് അവർ നമ്മളോട് പലിശ ഈടാക്കുന്നുണ്ട്. രണ്ടാമതായി, നീ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന കാശിന് നിനക്ക് പലിശ കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോ സ്വർണത്തിന്റെ വില കൂടിയാലും നഷ്ടം വരുന്നില്ല. അത് മാത്രമല്ല, ഈ സ്വർണം എന്ന് പറയുന്ന സാധനത്തിന് വില കൂടുക മാത്രമല്ലല്ലോ, കുറയുകയും ചെയ്യും. അപ്പോ നിന്റെ ഈ കച്ചവടത്തിന്റെ അവസ്ഥ എന്താവും? ഭാമേ, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒന്നാമത്, ഇത് ഗുണമില്ലാത്തൊരു കാര്യമാണ്. രണ്ട്, ഇതൊരു തട്ടിപ്പാണ്. എന്റെ ഈശ്വര, മോഹനേട്ട സംഭവം ഞാൻ പറഞ്ഞ കൊഴിഞ്ഞത് തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് കണ്ടോ ഭാമേ, ഈ പത്രത്തിൽ വേറൊരു വാർത്തയുണ്ട്. നീ ഒരു സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ പേരിൽ മെനിയാന്ന് നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം പൂട്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ഞാൻ പിശുക്ക് കൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്നെന്ന്. മനുഷ്യരെ എങ്ങനെ പറ്റിക്കാമെന്നോർത്ത് ആൾക്കാരിങ്ങനെ മെനക്കെട്ടിറങ്ങി നടക്കുക. കൂടുതൽ ബുദ്ധിയുള്ളവർ കുറച്ച് ബുദ്ധിയുള്ളവരെ പറ്റിക്കുമെന്ന് നീ പറയുമായിരിക്കും. അത് പ്രപഞ്ച നിയമമാണെന്ന് നീ പറയും. പക്ഷേ എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു ഭർത്താവ് ഉള്ളത് കൊണ്ട് നിന്റെ പൈസ പോകാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്തു പറയുന്നു ഭാമേ നീ ഇപ്പോ? ഞാനെന്ത് പറയാനാ മോഹനേട്ടാ? അല്ലെങ്കിലും നല്ല പേരും മേൽവിലാസവും ഉള്ളൊരു സ്ഥാപനം ഒരു നിക്ഷേപ പദ്ധതി തുടങ്ങുന്നു എന്നറിയുമ്പോ ആരായാലും വിശ്വസിച്ചു പോവില്ലേ? അതൊക്കെ എത്ര ബുദ്ധിയുള്ളവർക്കും പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാ. ബുദ്ധിയുള്ളവർക്ക് പറ്റില്ല. ബുദ്ധി ഉണ്ടെന്ന് നടിക്കുകയും ബുദ്ധി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന നിന്നെപ്പോലുള്ളവർക്കാണ് അത്തരം അബദ്ധങ്ങൾ പറ്റുന്നത്. ഹാമേ, ബുദ്ധിയുണ്ട് എന്ന് വെറുതെ പറഞ്ഞാ പോരാ, ബുദ്ധി ഉണ്ടാവണം. എന്റെ ഈശ്വര, നടന്നതുവല്ലോ മോഹനേട്ടൻ അറിഞ്ഞ? നമസ്കാരം വക്കീലേ. എന്തായാലും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ. ഉത്തമ, ടൗണിലെ ഗാലക്സി ജ്വല്ലറിക്കാർ നടത്തുന്ന ഒരു സ്വർണ്ണ സമ്പാദ്യ പദ്ധതി ഉണ്ട്. അതിൽ നിക്ഷേപിക്കാനുള്ള അവസാനത്തെ ദിവസം ഇന്നാണ്. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം. അയ്യോ, അങ്ങനെയൊക്കെ നിക്ഷേപിക്കുന്നതിനായിട്ട് മോഹനേട്ടൻ സാർ സമ്മതിച്ചാ? സാർ സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ പണം എവിടെ എപ്പോ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ, അല്ലേ? എനിക്ക് സദാനന്ദൻ സാറ് ഒരു 50,000 രൂപ തരാനുണ്ട്. അത് പക്ഷേ അടുത്ത തിങ്കളാഴ്ച കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മോഹനേട്ടനോട് ഞാൻ ഒരു 50,000 രൂപ കടം ചോദിച്ചു. സദാനന്ദൻ സാറ് തിങ്കളാഴ്ച തരുമ്പോൾ മടക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സാറ് പറഞ്ഞു 10 പൈസ പോലും തരില്ല. ജീവിതത്തിൽ വല്ലപ്പോഴും എനിക്കൊരു ആഗ്രഹം തോന്നുള്ളൂ. അത് പറയുമ്പോ എങ്ങനെ അത് ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് സാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കെന്താ വഴി? എന്റെ മാലയും കമ്മലും വെക്ക എല്ലാം കൂടി ഒരു 3-3.5 പവൻ വരും. ഇത് കൊണ്ടുപോയി പണയം വെച്ച് ഉത്തമൻ 50,000 രൂപ വാങ്ങണം.
എന്നിട്ട് നേരെ ഗാലക്സി ജ്വല്ലറി ചെന്ന് എന്റെ പേരിൽ അത് അവിടെ നിക്ഷേപിക്കണം. എന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അല്ല വക്കീലെ, ഇതിപ്പോ വക്കീല് പറയുന്ന പോലെ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ നിക്ഷേപ പദ്ധതിയിൽ കാശിറക്കുമായിരുന്നു. പക്ഷെ കുഴപ്പം അതല്ലല്ലോ. എന്താണ് കുഴപ്പം? ഞാനാണ് ഇക്കാര്യത്തിൽ വക്കീലിനെ സഹായിച്ചതെന്ന് മോഹനേഷ് സാർ അറിഞ്ഞ അതോടെ എന്റെ ഇടപാട് തീരും. പിന്നെ ഒരു ആവശ്യത്തിന് ഞാൻ വില്ലേജ് ഓഫീസിന്റെ കാമ്പൗണ്ടിൽ കയറിയ മോഹനേഷ് സാറിന്റെ പൊടി പോലും ബാക്കി വെച്ചേക്കൂല. മോഹനേഷ് സാർ എങ്ങനെ അറിയാനാണ്? ഞാൻ പറഞ്ഞല്ലേ അറിയുള്ളൂ. ഞാൻ എന്തായാലും പറയില്ല, അതുപോലെ. എന്നാലും വക്കീലെ, ഇത് റിസ്ക് ആണ്. ഓ, അതായത് മോഹനകൃഷ്ണ സാറിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ നിന്നുപോകും എന്നുള്ളതാണ് ഉത്തമന്റെ പേടി. എന്നെ കൊണ്ടുണ്ടായ ഉപകാരങ്ങളെ ഉത്തമൻ അങ്ങ് മറന്നു. ഇനി ഒരു ഉപകാരം വേണ്ടതാനും. അയ്യോ, അങ്ങനെയല്ലല്ലോ വക്കീലെ ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ്? ഉത്തമ, ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇനി മേലിൽ വക്കീലെ എന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല. യാതൊരു സഹായം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ഇത് വലിയ പുലുവാലായല്ല. ഇത് ചെയ്യാൻ എന്തായാലും ഇങ്ങത്താ. വക്കീല് പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട. ഇന്ന് തന്നെ ഇത് പണയം വെച്ച് 50,000 രൂപ ഗാലക്സി കൊണ്ടുപോയി വക്കീലിന്റെ പേരിൽ അടയ്ക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. സംഭവം മോഹനേട്ടനറിഞ്ഞ പിന്നെ ഈ ജന്മത്തെനിക്ക് മനസ്സമാധാനം കിട്ടില്ല. എന്നാലും ഇതൊരു കൊലച്ചതിയായി പോലോ. പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ജ്വല്ലറി ഉടമയെ പോലീസ് തിരയുന്നു. എന്റെ 50,000 രൂപ. ഹലോ, അതെ, ആ ഉണ്ട്, കൊടുക്കാം. ഭാമേ, ഒരു മിനിറ്റ്, ഭാമ ഇപ്പൊ വരും. ആരാ മോഹനേട്ടാ? വിദ്യാലക്ഷ്മി. വിദ്യ? ഞാൻ അറിഞ്ഞു. അതെയല്ലേ? ഇനിയിപ്പം എന്താ ചെയ്യാ? ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുമ്പോ സംസാരിക്കാം കേട്ടോ. എന്ത് പറ്റി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഇപ്പൊ സംസാരിച്ചത് ആ തട്ടിപ്പുകാരെ പറ്റിയാണ്. മെനിങ്ങാന്ന് നീ എന്താ പറഞ്ഞത്? വിദ്യാലക്ഷ്മിയും അവളുടെ ഭർത്താവും കൂടി സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ 1,00,000 രൂപ നിക്ഷേപിച്ചു എന്ന്. ഇപ്പൊ വിദ്യാലക്ഷ്മി എന്ത് പറയുന്നു? ആ 1,00,000 രൂപയുടെ കാര്യം എന്തായി? അത് പറയാനാ വിദ്യാലക്ഷ്മി വിളിച്ചത്. അവര് പോലീസിൽ പരാതിപ്പെടാൻ പോകുന്നു. പോലീസ് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? അവന്മാര് കൈ കിട്ടിയതോടെ നാട് വിട്ടു പോയില്ലേ? അവരിപ്പോലെ ദുബായിലോ അബുദാബിയിലൊക്കെ എത്തിക്കാണും. ഇനി അവരെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. എന്നാലും അങ്ങനെ രക്ഷപ്പെടാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ചവര് എത്ര നാളിങ്ങനെ ഒളിച്ചു നടക്കും? ഇനി അവരെ പിടിച്ചാൽ എന്താ ഭാവേ കാര്യം? അവർക്ക് വേണ്ടി കേസ് വാദിക്കാനും അവരെ ജാമ്യത്തിലെടുക്കാനും നിന്നെപ്പോലുള്ള വക്കീലന്മാർ ക്യൂ നിൽക്കല്ലേ. ഈ ഒരു കേസിൽ വിദ്യാലക്ഷ്മി ചിലപ്പോൾ കള്ളന്മാർക്ക് വേണ്ടി വാദിക്കലായിരിക്കും. കാരണം വിദ്യാലക്ഷ്മിയുടെ കാശും പോയില്ലേ. പക്ഷെ മറ്റുള്ള വക്കീലന്മാർ, നീ അടക്കം, അവർക്ക് വേണ്ടി വാദിക്കില്ലേ? ഞാൻ വാദിക്കില്ല. കുറച്ചു മുമ്പ് നീയല്ലേ പറഞ്ഞത് സത്യം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. എനിക്കൊരു സത്യം, നിനക്കൊരു സത്യം, കോടതിക്ക് വേറൊരു സത്യം എന്നൊക്കെ. ഈ കേസിലും ആ കള്ളന്മാരുടെ ഭാഗത്തായിരിക്കും നിയമത്തിന്റെ സത്യം അല്ലേ? വക്കീലേ, ആ ഉത്തമന എന്താണ് നോക്കട്ടെ? അല്ല, ഉത്തമൻ എന്നെ കാണാൻ വന്നതാണ്. വിളിച്ചത് കേട്ടില്ലേ വക്കീലേന്ന്? അതിനെന്താ? വക്കീലിനെ വിളിക്കുന്നിടത്ത് വില്ലേജ് ഓഫീസർക്ക് വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. അതല്ല, സമയത്രേ? അയ്യോ, 9 മണി ആവാറായില്ലേ? മോഹനേട്ടൻ ഓഫീസിൽ വന്ന നേരമല്ലേ? വേഗം പോയി ഷർട്ടും കൊണ്ട് വിട്ടിട്ട് വരൂ. ഞാൻ അപ്പോഴേക്കും കാപ്പി എടുത്ത് വെക്കാം. അല്ല, ഉത്തമനെ കണ്ട് വിദ്യാലക്ഷ്മിയുടെ കാശ് പോയ കാര്യം പറഞ്ഞിട്ട് ഷർട്ടും മുണ്ടും മാറിയ പോലെ ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വരാം. എന്തിനാ മോഹനേട്ടാ നമുക്ക് ആവശ്യമില്ലാത്ത വാശി? വിദ്യാലക്ഷ്മിയുടെ കാശ് പോയി. ഇനി അത് പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ അറിയിക്കുന്ന എന്തിനാ? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. മോഹനേട്ടൻ വേഗം പോയി വേഷം മാറി വരൂ. സമയം ഒത്തിരി. പതിവില്ലാത്തൊരു സ്നേഹമാണല്ലോ ഭാമേ. എന്റെ
ഈശ്വര, വല്ലാത്തൊരു കുരുക്കിലാണല്ലോ ചെന്ന് ചാടിയേക്കണേ. എന്റെ 50,000 രൂപ. എന്താണ് വക്കീലെ? ഉത്തമ സംഭവം ഒന്നും അറിഞ്ഞില്ലേ? ടൗണിലെ ഗാലക്സി ജ്വല്ലറിക്കാരെ ജ്വല്ലറി പൂട്ടി സ്ഥലം വിട്ടത്. ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്. എന്റെ പൊന്നെ, അതൊരു ചതിയായി പോയല്ലോ വക്കീലെ. സത്യത്തിൽ എന്താണ് സംഭവം? അതെ, ഇന്നലെ ജ്വല്ലറി തുറന്നിട്ടില്ല. മിനിങ്ങാന്നായിരുന്നല്ലോ അവരുടെ നിക്ഷേപ പദ്ധതിയുടെ അവസാനത്തെ ദിവസം. മിനിങ്ങാന്ന് രാത്രി വരെ അവിടെ വന്നവരുടെ മുഴുവൻ കയ്യിൽ നിന്നും കാശ് വാങ്ങി. ഇന്നലെ രാവിലെ ജ്വല്ലറി തുറക്കാതെ വന്നപ്പോ സംശയം തോന്നി ആരോ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് ജ്വല്ലറി ഉടമയുടെ ഫോണിൽ വിളിച്ചു. കിട്ടാതെ വന്നപ്പോ വീട്ടിൽ പോയി. അയാളും കുടുംബം അവിടുന്ന് മാറിയിട്ട് 2 ആഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് താഴെ പൊളിച്ച് ജ്വല്ലറിയുടെ അകത്ത് കയറി പരിശോധിച്ചപ്പോ ഫർണിച്ചർ അല്ലാത്ത ഒരു വസ്തു പോലും അവിടെ ഇല്ലാന്ന്. എന്നാലും കൊള്ളാലോ വക്കീലെ. നാട്ടിലുള്ള കാശുകാര് മൊത്തം അവരുടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ അതെ വക്കീലെ, മോഹൻ സാർ എന്ത് പറഞ്ഞു? ഞാൻ കാശ് നിക്ഷേപിച്ച കാര്യം മോഹൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതറിഞ്ഞ പ്രശ്നമാവെന്ന് കരുതിയ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ ഉത്തമനോട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ മോഹനേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ മാലയും കമ്മലും ഒക്കെ. ഇതിനെക്കാട്ടിലും പൈസക്ക് അത്യാവശ്യം വന്ന സമയത്ത് പോലും അത് പണയം വെക്കാൻ മോഹനോട് സമ്മതിച്ചിട്ടില്ല. വീട് വാങ്ങാൻ നേരം വേണമെങ്കിൽ അത് പണയം വെച്ചാലോ എന്ന് ഞാൻ മോഹനോട് പറഞ്ഞതാ. മോഹനോട് പറഞ്ഞു അതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ എന്റെ അടുത്ത് ചടം കാരണം ആ മാലയും കമ്മലും പണയം വെച്ച കാശ് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈശ്വര, മോഹനോട് പറഞ്ഞതാണ് ഉത്തമ അത് തട്ടിപ്പാണെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല. ഇനിയിപ്പോ എന്റെ ഈശ്വര, ഓർക്കും തോറും എനിക്ക് പേടിയാവുക. വക്കീലെ, നമുക്ക് സാറിനോട് പറയാതിരുന്നാലോ? എന്തായാലും പ്രശ്നം ഉത്തമ. അടുത്ത തിങ്കളാഴ്ച സദാനന്ദ സാറ് പൈസ തരുമ്പോ പോയി മാല കമ്പല തിരിച്ചെടുക്കണ്ടേ? അപ്പോ ആ പൈസ എന്ത് ചെയ്തെന്ന് മോഹനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയാനാ? അത് മാത്രമല്ല, തട്ടിപ്പിന് ഇരയായവരൊക്കെ കൂടി പോലീസിൽ പരാതിപ്പെടാൻ പോവാണെന്നാണ് വിദ്യാലക്ഷ്മി പറഞ്ഞത്. എനിക്ക് മാത്രമായിട്ട് പരാതിപ്പെടാതിരിക്കാൻ പറ്റുമോ? പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് മോഹനോട് പറയും. മോഹനോട് പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. സത്യം പറഞ്ഞ സ്വർണം വാങ്ങാനുള്ള ആവേശത്തിനെക്കാട്ടിലും കൂടുതൽ മോഹനോടുള്ള വാശിക്ക് ചെയ്തതാ. എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. അതെ, തൽക്കാലം ഉത്തമനൊന്നും പറയണ്ട. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറയുമ്പോ ഉത്തമൻ മോഹനേട്ടനോട് എങ്ങനെയെങ്കിലും സോപ്പിട്ട് കാര്യം പറയണം. ഈ കാര്യത്തിൽ ഉത്തമനെ എനിക്ക് സഹായത്തിനുള്ളൂ. ഉത്തമൻ പറഞ്ഞ മോഹനേട്ടൻ എടുത്ത് ചാടി കടിക്കാൻ വരില്ല. അയ്യോ, അല്ല അതൊക്കെ ശരിയാവും. ഞാൻ ഉത്തമനെ വിളിച്ചോളാം. ശരി. ഹലോ വക്കീലെ, ഞാൻ പറഞ്ഞ സാർ കേക്കൂ? ഉത്തമൻ പോയോ? പോയി കാണുമായിരിക്കും. എന്തിനായിരുന്നു ഉത്തമൻ വന്നത്? അല്ല, ഒരു കേസിന്റെ കാര്യം പറയുന്ന മോനട്ടാ. എന്ത് കേസ്? അത് എന്ത് കേസാണെന്ന് ചോദിച്ചാ ഒരു തട്ടിപ്പ് കേസാ. ഗാലക്സി ജ്വല്ലറിക്കാർ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ അഡ്വക്കേറ്റ് സത്യഭാമയിൽ നിന്ന് 50,000 രൂപ തട്ടിയെടുത്ത കേസായിരിക്കും. ഉത്തമന്റെ കയ്യിൽ കൊടുത്തുവിട്ട മാലയും കമ്മലും പണയം വെച്ച് കിട്ടിയ 50,000 രൂപ അവരുടെ പദ്ധതിയിൽ അഡ്വക്കേറ്റ് സത്യഭാമ നിക്ഷേപിച്ചു. അതും സ്വന്തം ഭർത്താവ് അറിയാതെ. ഒടുവിൽ നിക്ഷേപ പദ്ധതി പൊളിഞ്ഞു എന്ന് വിവരം അറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരക്കം പാഞ്ഞു നടക്കുന്നു. ഉത്തമനെ വിളിച്ചു വരുത്തുന്നു, സംസാരിക്കുന്നു. മോഹനേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അന്ന് മോഹനേട്ട പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. പക്ഷെ നീ കേട്ടില്ല. തട്ടിപ്പായിരിക്കും ഞാൻ കരുതിയില്ല മോഹനേട്ട. ചെറിയ ലാഭം പ്രതീക്ഷിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ 50,000 രൂപ കളഞ്ഞു കുളിച്ചു. പ്ലീസ് എന്നെ വഴക്ക് പറയല്ലേ. ഇപ്പൊ തന്നെ എനിക്കാകെ സങ്കടം വന്നിരിക്കുക. ഇനി മോഹനേട്ടനോട് ദേഷ്യപ്പെട്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ്. വഴക്ക് പറയില്ല. പക്ഷെ വേറെ കാര്യം പറയാം. നോക്ക്, നിന്റെ 3.5 പവന്റെ മാലയും കമ്മലും. ഇത് ഞാൻ ഉത്തമനെ പണയം വെക്കാൻ കൊടുത്തല്ലായിരുന്നു. അത് തിരിച്ചെടുത്ത മോഹനേട്ടൻ. ഉത്തമനത് പണയം വെച്ചില്ല. മാലയും കമ്മലുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ
ഉത്തമന് ഞാൻ അറിയാതെ ചെയ്താൽ സംഗതി വഷളാവുമെന്ന് മനസ്സിലായി. നേരെ വില്ലേജ് വന്നു. ഞാനിത് വാങ്ങി ബാഗിൽ സൂക്ഷിച്ചു വെച്ചു. മോഹനേട്ടോട് പറയരുതെന്ന് ഉത്തമന എന്നോട് പറഞ്ഞത്. ഉത്തമന് തീരുമാനം മാറ്റാൻ തോന്നിയത് കൊണ്ട് നിന്റെ പൈസ പോയില്ല. എന്റെ അല്ല, നമ്മുടെ. നമ്മുടെ. എന്തായാലും ഇങ്ങനൊരു ഭർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പാവം വിദ്യാലക്ഷ്മിക്ക് പോയത് 1,00,000 രൂപയാ. അവളുടെ ഭർത്താവ് കോളേജ് അധ്യാപനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ബുദ്ധിയില്ല. മണ്ടി വിദ്യാലക്ഷ്മി. അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണ് പഴമൊഴി.